പറഞ്ഞിട്ട് ഞാൻ എവിടെയൊക്കെ തപ്പി. വാ, വന്ന് നമുക്ക് ഫോട്ടോ എടുക്കാലോ. ആ ചേച്ചി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ വാ, നമുക്ക് ഫോട്ടോ എടുക്കാം. എത്ര പെട്ടെന്നല്ലേ കൊല്ലങ്ങളൊക്കെ പോകുന്നത്. എൻ്റെ ദൈവേ, ഞാൻ എൻ്റെ മോളെ വേറെ കൊടുക്കുകയല്ലേ. ഇനി പഴയതുപോലെയുള്ള നമ്മളെ കാണാനൊന്നും വരില്ലല്ലോ. എന്റെ കായു, ഇത്ര കൊല്ലം നീ മക്കളെ കെട്ടിക്കാനായി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഇപ്പൊ അവളെ കെട്ടിക്കാനുള്ള പ്ലാൻ നോക്കുമ്പോൾ നീ ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. അത് ഞാനപ്പം അവരോട് ദേഷ്യപ്പെടുന്നൊക്കെ പറയുന്നില്ലേ, അല്ലാതെ എത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു. അല്ല, എന്തോ എനിക്കിപ്പോൾ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നു. മാതാശ്രീ ഭയങ്കര സെന്റിമെന്റലാണല്ലോ. ഒന്ന് പോയി കണ്ടിട്ട് വരാം. അമ്മ ഭയങ്കര സെന്റിമെന്റലാണല്ലോ. ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു വിടുന്നോണ്ട്. അമ്മയില്ല ഇത്ര കാലം പറഞ്ഞ ചേച്ചി കെട്ടിച്ചു വിടുക നയിന്ന്. എന്നിട്ട് ഇപ്പൊ കരയുന്നു. ഞാൻ കരയുന്നൊന്നും ഇല്ലടി. അവൾക്ക് പ്രായമായി, അവളെ കെട്ടിക്കണം. അതിനെന്നാ വേണ്ടത്. പിന്നെ ഇല്ലാണ്ട് ഇപ്പൊ കുറച്ച് നിർത്താൻ പറ്റുമോ അവളെ? അമ്മ ഇത്ര പെട്ടെന്ന് അമ്മ കാല് മറന്ന് ഇത്ര നേരം അമ്മയല്ലേ പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്നേ. എന്നിട്ടിപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇല്ല എന്നാ. അമ്മയെ പോലെ കാല് മാറാൻ കഴിവ് വേറെ ആർക്കും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്താ പെണ്ണെ, എന്നാന്ന് വേടിക്കേ? നീ ചെന്നേ പോയി കിടക്കാൻ നോക്ക്. അല്ല, അവൾ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്ന. ഏതായാലും പോയി എൻ്റെ റൂമിൽ നിന്ന് പോകാം. ഞാൻ ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത്. അമ്മ ഇനി എന്ത് വിളിച്ചിട്ടും കാര്യമില്ല, ഞാൻ ഇവിടെ തന്നെയാണ്. ഞാനിനി ഉറങ്ങി, എന്നോടൊന്നും പറയണ്ട. അവളോട് കടന്നോട്ടെ. ദേ മനുഷ്യ, നിങ്ങളൊരൊറ്റ ഒരാളാണ് അവളെ നാശാക്കുന്നത്. ആ ഡയലോഗ് നിരോധിച്ചിരിക്കുന്നമ്മ. നമുക്കില്ലേ ഈ ആഴ്ച നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്തിയാലോ? ഞങ്ങൾ എന്നിട്ട് തന്നെ ഇപ്പോൾ 1 മാസം ആവാറായില്ലേ. ഇപ്പോൾ കമ്പനി കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്താൽ ശരിയാവത്തില്ലല്ലോ. ഞങ്ങൾക്ക് എന്നാലും തിരിച്ചു വേണം. അപ്പം അതിന് മുമ്പേ അങ്ങ് നടത്തും. എന്താണ് എൻ്റെ അഭിപ്രായം? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓ, അതിനെന്താ, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി ഈ ആഴ്ച തന്നെ നടത്താം. എന്തായാലും മക്കളും ഇത്രയും പ്രായമായി വരുമല്ലേ. എന്നാൽ നമുക്ക് നല്ലൊരു മുഹൂർത്തം അങ്ങ് നടത്താന്നേ. ഇതാ ശിവ പാലം കൊണ്ട് മുകളിൽ വേഗം റൂമിലേക്ക് ചെന്നു. നീ കുറേ നേരമായല്ലോ ഇവിടെ കിടന്നിങ്ങനെ തപ്പി പരതി നിൽക്കുന്നു. എന്താ അടുക്കളയിലിരുന്ന് നേരം വെളുപ്പിക്കാനാ പ്ലാൻ? അമ്മ, ഈ പാലിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ഓവറല്ലേ അമ്മ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പൊക്കോളാം. പാലൊക്കെ എന്തിനാ? അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഓരോ ചടങ്ങുകളും വിശ്വാസങ്ങളും. അതിൻ്റെ മതത്തിൽ അങ്ങ് നടക്കട്ടെ. നിനക്കെന്താ കൊച്ചേ ഇത്ര ദിവസം ഇല്ലാത്തൊരു പാനിക്കൊക്കെ? ദൈവമേ, ഇവക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. നീ ഇങ്ങനെ നെർവസ് ഒന്നും പേടിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിനക്കെന്തിനാ കൊച്ചേ ആവശ്യമില്ലാത്ത നെർവസ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മോള് ഈ പാല് കൊണ്ട് ചെല്ലാൻ നോക്ക്. ഒന്നില്ലെങ്കിൽ നീ ഭാഗ്യവതി ചേച്ചി സ്വന്തം വീട്ടിലല്ലേ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നത്. അത് മാത്രമല്ല, നീ എന്തിനാ ഇത്രയും ദിവസമാണ്? നമ്മുടെ ആദ്യമായിട്ടല്ലേ, നിനക്കങ്ങ് ചെന്നാൽ പോരെ? ആദ്യമല്ലേ, ചെല്ലു ചേച്ചി. അതെ, ആദ്യമാണ്. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ ആ പുലിമടയിൽ എങ്ങനെ കയറി ചെല്ലും? എന്ത് ചേച്ചി പറഞ്ഞേ? എന്നാട്ടെ ചേച്ചി ചെല്ലേ, നല്ലൊരു ദിവസമായിട്ട്. ശാന്തി മുഹൂർത്തം മുടക്കണ്ട, വേഗം ചെന്നാ ചെല്ല്.
അവളുടെ ഒരു ശാന്തി മുഹൂർത്തം എന്തേ നന്ദു എൻ്റെ വായിരിക്കുന്നൊന്നും കേൾക്കാൻ നിൽക്കട്ടെ. അല്ലാത്തൊരു മനുഷ്യർക്ക് ടെൻഷൻ അടിച്ച് ബോണ്ടായിട്ട് നിൽക്കുക. അപ്പം അവൾ അവിടുത്തെ മറ്റൊരു ശാന്തി ബന്ധം വായി വെച്ചിട്ട് പോയ വെച്ചാൽ ഞാൻ പോകുന്നില്ല. ഡേ നിർത്തിക്കൊരട്ടെ. ഞാൻ കുറേ നേരം ശ്രമിക്കുന്നത് നല്ലൊരു ദിവസമായിട്ട് തല്ലണ്ടെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ തലയിൽ കയറി നടക്കുന്നോ? എടി എന്നിട്ട് നീ ആ ഡ്രസ്സ് അയച്ചിട്ടില്ലല്ലേ? പോയി റൂമിൽ ചെന്നിട്ട് ഡ്രസ്സ് അയച്ചിട്ടെ. പിന്നെ ശിവ ഓവർ നിന്ന് കളിക്കൊന്നും വേണ്ട. മെയിൻ റൂമിലേക്ക് ചെല്ലുന്നൊക്കെ ഞാൻ വടി എടുക്കണ്ടേല്. എൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വഴക്കുറയുന്ന എന്താ ഇവിടെ പ്രശ്നം? എന്താണ് നിനക്ക് ഇത്ര ടെൻഷൻ? ഒന്നും പറയണ്ട എൻ്റെ പാറു. ഇവരെ കൊണ്ട് ഞാൻ നെട്ടങ്കാറായി എന്ന് പറഞ്ഞാൽ പറയും. ഇതേ ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ടോ? പാലടിച്ച് ഞാൻ കുറേ നേരം പോകാൻ പറയുന്നത്. ഇവിടെ പോകുന്നില്ല. ഈ കൊച്ചി ഇവിടെ കിടന്ന് തപ്പി പറഞ്ഞ് നിൽക്കുവാണ്. ഞാനെന്ത് ചെയ്യാനാ? കുറേ നേരമായി ഞാൻ പോകാൻ പറയുന്നവരോട്. ഇവർ പോണ്ടേ? എന്താണ് നിനക്ക് ഇത്ര ടെൻഷൻ? ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി അറിയാവുന്നില്ലേ, പിന്നെ എന്തിനാ? അമ്മ എനിക്ക് ആദ്യം നന്നായിട്ട് അറിയാം. അതാണമ്മ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. അല്ലാതൊന്നുമില്ല. ആ അതെങ്കിലാവട്ടെ. നന്ദു, നീ നിങ്ങളുടെ ഡ്രസ്സ് മാറിയില്ലേ? മോളും മേടിപ്പോൾ ഡ്രസ്സ് മാറിയപ്പോൾ ചെന്ന് കിടന്നേ. ശിവ, നിനക്ക് അത്രയ്ക്കും ടെൻഷനിൽ റൂം വരെകളാക്കി തരാം. നമുക്ക് ഇവിടെ ആക്കി കൊടുത്തിട്ട് കിടക്കാനും പോവാം. എന്നാ ശരി അമ്മ, ഞാൻ പറയാം. ഗുഡ് നൈറ്റ്. ആ ശരി ചേച്ചി, നീ വെക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഷോ എനിക്ക് വൈ. കുടിച്ചോ? എന്തിനാ ശിവ നീ പാലും കൊണ്ടുവന്ന്? നിനക്കറിയത്തില്ല ഇത് കുടിക്കത്തില്ലെന്ന്. പിന്നെ എന്തിനാ ഇത് കെട്ടിപ്പറക്കി കൊണ്ടുവന്നത്? അതൊക്കെ എനിക്കറിയാം, നീ പാല് കൊടുക്കത്തില്ലെന്ന്. പക്ഷെ അമ്മ സമ്മതിക്കണ്ടേ? അമ്മ ഓരോ ചടങ്ങല്ലേ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് തന്നു വിട്ട് പിന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ നിനക്ക് പാലിഷ്ടമില്ലാന്നോ. അതാ പിന്നെ ഞാൻ എടുത്തോണ്ട് പോകുന്നത്. അത് ശരിയാണല്ലോ, ചടങ്ങ്. ഓ അങ്ങനത്തെ ഒരു കാര്യമില്ല. എന്നാൽ ഈ ചടങ്ങ് നമുക്ക് വേണ്ട. ബാക്കിയുള്ള ചടങ്ങ് നമുക്ക് മനോഹരമായിട്ട് നടത്താം. നീ അല്ല, അത് ഇന്ന് തന്നെ ആവശ്യം. നിന്റെ കൊഞ്ചൽ നാദം പാടും പാട്ടിന്റെ പഞ്ചാമൃതം. നിന്നോട് മിണ്ടാൻ, നിന്നെ തലോടാൻ, ചുണ്ടോടു ചുണ്ടിൽ തേനുണ്ടു പാടാൻ മോഹിച്ചു നിൽക്കാണുക. നിനക്കെന്ത നിറച്ചു മാങ്ങ കണ്ടിട്ട് കൊതിയാവുന്ന. പണ്ടൊക്കെ ഈ സമയത്ത് മാവുമ്മ കയറി മാങ്ങ പറിച്ച ആളാണ് ഞാൻ. ഇപ്പം ഇതും നോക്കി കൊതി വിട്ടിരിക്കാനേ എനിക്ക് കഴിയുള്ളൂ. അല്ലേലും പണ്ടേ വഴിപ്പൊന്ന് വയ്യാവേലിയെല്ലാം ഞാൻ തല്ലി നെഞ്ച് കയറ്റാറാണ് പതിവ്. ആ വയ്യാവേലി പറഞ്ഞാൽ ഓർത്തന്ന് കെട്ടോര് മെസ്സേജ്. അല്ല ഇതാരാ? നന്ദമ്മേൻ്റെ ഷെത്തോ? എന്താ ഷെത്തേ? എന്താ അവിടെ? പാപ്പൊക്കെ കഴിച്ചോ? ആ ബേബി ഒക്കെ കളിക്കാൻ വരും. അച്ഛമ്മയുടെ മോള് വന്ന് ആ വല്ലതും കഴിക്കാം. ആ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. വാ എന്തേലും കഴിക്കാം. ആ ബേബി വണ്ട് കളിക്കാൻ. അതോ വാ വല്ലതും കഴിക്കാം മോനെ. പപ്പം കഴിച്ച് ആരെ കുത്തൊക്കെ ഇരുന്ന് നമുക്ക് പാവ വരുമ്പോ പാവയോടെ കളിക്കണ്ടേ?
പിന്നെ ആരെയൊക്കെ ഇട്ടിരുന്നാലൊക്കെയല്ലേ ബേബി വരുമ്പോൾ ബേബിയോട് കളിക്കാനും ബേബിയുടെ കാര്യങ്ങൾ നോക്കാനും. ബേബിയുടെ ചേട്ടനല്ലേ ഇനിയിപ്പോൾ ബേബി നോക്കാൻ ആരോഗ്യമൊക്കെ വേണ്ടി. ബേബിക്ക് എന്തെങ്കിലും പറ്റിയ ചേട്ടനെ നീയല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്തു കൊടുക്കാൻ ശക്തിയൊക്കെ ഉണ്ട്. അപ്പം പാപ്പൊക്കെ കഴിക്കണ്ടേ? അപ്പം നമുക്ക് പാപ്പം കഴിക്കാം. മോളെ നേരെ സന്ധ്യ ആവറായി. അകത്തേർത്താണ് പോലുള്ളത്. കുറെ ആയില്ല നീ വെളിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം അകത്ത് കയറി. ഓ അന്നെന്താ പറമ, ഞാൻ അകത്ത് കയറാം. ഞാൻ ഇവിടെ ഇങ്ങനെ മാവ് കണ്ടപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ പോവാ. നന്ദു ഒന്നിൻ്റെ കൂടെ വരുമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാനോ? ഓ അതിലെന്താ, ഞാൻ വരാലോ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വന്നേ. എന്താ പറയാനുള്ളേ? എനിത്തിങ് സീരിയസ്? സീരിയസ് ആണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് സീരിയസ് ആണ്. എനിക്കിങ്ങനെ മറ്റുള്ളവരെ പോലെ വളഞ്ഞു പിടിച്ച കാര്യങ്ങൾ പറയാറില്ല. എന്ത് പറയാണ്ടെങ്കിലും സ്ട്രേറ്റ് ഫോർവേഡായി കാര്യം ഞാൻ പറയും. അതായത് ഐ എം റിയലി ഫാൾ ഫോർ യു. നിന്നെ ഇവിടെ വെച്ച് കണ്ട കൂടുതലല്ല, നീ ചിച്ചിമേരെ കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ വരാറില്ലേ? അറ്റ് ദ ടൈം ഓൺവേർഡ്സ് ഞാൻ നിന്നെ കാണാറുണ്ട്. അപ്പോഴെനിക്ക് നിന്നോടൊരു ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അത് പോകെ പോകെ പിന്നെ നീ വിചാരിക്കും നിനക്കൊന്നും മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ 24 മണിക്കൂർ ഞാൻ നിന്നെ കാണുമ്പോൾ തല്ലി പിടിച്ച് നടക്കുന്നത്. ബിക്കോസ് ദാറ്റ്സ് മൈ ലാംഗ്വേജ്. ഞാൻ എനിക്കിഷ്ടമുള്ള ആൾക്കാരോട് അങ്ങനെ തല്ലി വിടാറുള്ളൂ. ഓക്കെ വാട്ട് എവർ. നീ പെട്ടെന്നൊന്നും മറുപടി പറയണ്ട, ആലോചിച്ച് ടൈം എടുത്ത് പറഞ്ഞാൽ മതി. ബട്ട് പ്ലീസ് ഡോണ്ട് ട്രൈ ടു ടേക്ക് ടു മച്ച് ടൈം. നിന്റെ സമയം എടുത്തോ എന്നൊക്കെ പറയാം, എന്നാലും ഒരുപാട് ലേറ്റ് ആകരുത്. ബിക്കോസ് സമയമില്ല, അതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്തായാലും കുറച്ചാഴ്ച കൂടി നീ ഇവിടെ ഉണ്ടല്ലോ, ഞാനൊരു മറുപടി പറയാം. എന്തായാലും ആഗ്രഹിച്ചതല്ലേ കിട്ടിയത്, ഇനിയിപ്പം വിട്ട് കളയണ്ടല്ലോ. ദയവായിട്ട് തന്നതല്ലേ, പറഞ്ഞേക്കാം. പഠിച്ചോനെ ഇങ്ങനെ താത്തോളേ, വീട്ടിലാരും കാടല്ലേ തമ്പുരാനെ. ദൈവമേ, നീ എന്താണ് ഈ സമയത്ത് ഇവിടെ? ആനോ ഞാൻ നിന്നെ കാണാൻ വന്നേ. അത് നീ സമയത്താണോ കയറി വരിക? അല്ലടാ, വീട്ടിൽ എല്ലാവരും ചുറ്റി നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്റെ റൂമിലോട്ട് കയറി വരാ. അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഞാൻ കുളിക്കുന്ന സമയത്താണോ കയറി വരുന്നേന്ന്. നിന്റെ പറച്ചിലായിട്ടാ തോന്നുന്നു എനിക്ക് ആദ്യം അറിയായിരുന്നു നീ കുളിക്കായിരുന്നെന്ന്. മേ ബി. ഇത് പറഞ്ഞ സാധനം എന്റെ വായിരിക്കുന്ന കേൾക്കുന്ന കൊടുത്തിട്ടോ. മേ അത്തേക്കടി നെഹി ഹേ. ഓ, അപ്പോ മോളെന്നിരപ്പം ഇങ്ങോട്ട് വന്നേ? ഞാനോ ഇന്നേ രാവിലെ എന്നോടൊരു കാര്യം പറയില്ലേ, അതിനെ കുറിച്ച് പറയാമെന്നുണ്ടോ? അതെ, വേറെ ആരെയും നോക്കാതെ എന്നെ ജീവിതകാലം മുഴുവൻ താങ്ങാൻ തയ്യാറാക്കണം, അത് പറയാൻ വന്നതാ ഞാൻ. ശരിക്കോ? പ്രപ്പോസ് ഒക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു കിസ്സാക്കാണോ? നോ ബീറ്റ് ഫോർ ഹെഡ്ല്. ഫോർ ഹെഡ്ല് നമുക്ക് ഫോർ ഹെഡ്ലൊന്നും വേണ്ട. Hold on, you've got stars in your eyes, so let's paint the sky. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോട്ടോ. കഴിഞ്ഞ വേണ്ടി പറഞ്ഞിരുന്നു ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു വരില്ല. സാഹചര്യ സംബന്ധമാണ്, എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇന്ന് വന്നിട്ട് എൻ്റെ ലാസ്റ്റ് കുറച്ച് ഡയലോഗ്സ് എന്ന് വെച്ചാൽ ചെയ്യാവുന്ന കുറച്ച് ഡയലോഗ്സ്. നോർമലി ചെയ്യാറുള്ളത് ജെറിയായിരുന്നു, ബട്ട് ഇപ്രാവശ്യം മിനിയാണ് ചെയ്തത്. ബിക്കോസ് ജെറിയുടെ തൊണ്ട അടിച്ചു പോയി കൈസ്. ഓക്കെ, അതാണ് ഇപ്പോൾ പറയാൻ വന്നത്. ആൻഡ് ഫൈനൽ പാർട്ട് എയും ബി ആയിട്ടേയും ചെയ്യാൻ പ്ലാൻ ഇട്ടെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സാഹചര്യ സംബന്ധങ്ങൾ, അതും സാഹചര്യ സംബന്ധം തന്നെ. ഓക്കെ, അത് കാരണം അതൊരു ABC അങ്ങനെ 3 പാർട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഊനാകി ഉയിരാകി